ഇത്രയ്ക്ക് പ്രായമായിട്ടും ഞാൻ ജീവിതത്തിൽ വലിയ പരാജയമെന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പരാജയമെന്ന് പറയുന്നത് നിഘണ്ടുവിൽ മാത്രമാണ്. നിങ്ങൾക്കൊരു പരാജയവുമില്ല. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒന്ന് എണ്ണി നോക്കൂ. നിങ്ങൾ ഒന്ന് വെറുതെ ഇരുന്നു കൊണ്ട് ഒരു ആത്മപരിശോധന നടത്തി ഒന്ന് നിങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് വലിയ സ്ഥാനമുണ്ടെന്നും നിങ്ങൾ വിജയിയാണെന്നുള്ള ഒരു അവബോധം നിങ്ങളെ തേടി വരും. പരാജയം എന്നൊരു സംഭവമൊന്നുമില്ല. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണത്. സമൂഹം അത് ചാർത്തിത്തരുന്നതാണ്. അവൻ പരാജിതൻ, ഇവൻ പരാജിതനെന്ന്. അങ്ങനെ പരാജിതനായിട്ടാരുമില്ല. എല്ലാവരും അവരവരുടെ മേഖലയിൽ വലിയ വിജയം നേടിയവർ തന്നെയാണ്. നിങ്ങൾ അതൊന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങൾക്ക് എത്ര പ്രായമായിക്കോട്ടെ, ആ പ്രായത്തിൽ നിങ്ങൾക്കുണ്ടായ ഗുണങ്ങളും നിങ്ങൾ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളെയും ഒന്ന് സ്വയം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യു ആർ സക്സസ് എന്ന്. അല്ലാതെ പണത്തിൻ്റെ അളവുകോൽ മാത്രമല്ല, അത് സമൂഹം ചാർത്തി തന്നതാണ്. എൻ്റെ മനുഷ്യരെ, പരാജയമെന്ന് പറയുന്നത് തന്നെ ആ വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പാഠങ്ങൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും അത് പാഠമാണ്. പരാജയമെന്ന് പണ്ടാരോ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. ഒരാൾ വിജയിച്ചു പരാജയപ്പെട്ടു എന്ന് നിർവചിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒരുത്തൻ ലോൺ എടുത്ത് നല്ലൊരു വീട് കെട്ടി എന്ന് വിചാരിച്ച് അവൻ വിജയിച്ചോ? അവന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? എന്നാൽ മറ്റൊരുത്തൻ ചെറിയൊരു വീട്ടിൽ കടമൊന്നുമില്ലാതെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവനല്ലേ സക്സസ്? അപ്പോൾ സമൂഹം ചാർത്തി തരുന്നതല്ല വിജയം. സമൂഹം പണത്തിൻ്റെയും മറ്റു ചില സ്ഥാനമാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അവൻ പരാജിതനാണ്, അവൻ വിജയിയാണ് എന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വീണു പോകുന്നതാണ്. കുട്ടികളെ, യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും, നിങ്ങൾ പരീക്ഷയിലൊക്കെ വലിയ മാർക്ക് നേടിയില്ലെങ്കിൽ നിങ്ങളെ പരാജയമായി ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി പരീക്ഷ എന്ന് പറയുന്നതൊക്കെ സമൂഹം പിന്നീട് ചാർത്തി നൽകിയതാണ്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ വിജയിയാണോ എന്ന് നിർണയിക്കുന്നത്. നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വിജയി തന്നെയാണ്. കാരണം ഈ ജീവിതത്തിൽ പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യൻ വിജയിച്ചു പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ നമ്മൾ എന്തിന് വിഷമിക്കണം? വിഷമിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ആരും നമ്മളെ താങ്ങി വരില്ല. ആർക്കും നമ്മൾ ആവശ്യമില്ല. നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ മേഖലയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളെ തേടി വരും. അല്ലാത്ത വിജയമൊന്നുമില്ല. അല്ലാത്ത വിജയമെന്ന് പറയുന്നത് പണവും അതേപോലെ അധികാരമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുമ്പോൾ അതും നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണത്തിൻ്റെ പിന്നാലെയല്ല നമ്മൾ ഓടേണ്ടത്. പണം നമ്മുടെ പിന്നാലെ വരണം. പണം നമ്മുടെ പിന്നാലെ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ മേഖലയിൽ ഹാപ്പിയോടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഹാപ്പിയായിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ മേഖലയിൽ തന്നെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. എൻ്റെ മനുഷ്യരെ, ഇതാണ് വിജയമെന്ന് പറയുന്നത്. ആന്തരികമായ സമാധാനം നമുക്കുണ്ടോ? നമ്മൾക്ക് പിന്നീട് ടെൻഷൻ ഉണ്ടാകില്ല, ജോലി സമ്മർദ്ദമുണ്ടാകില്ല, മടിയുണ്ടാകില്ല.
പണം നമ്മളെ തേടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത സീക്രറ്റ് ഒന്നുമില്ല. കുറേ അഫർമേഷൻ പറഞ്ഞതുകൊണ്ട് അല്ലേ, പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പണം എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പണം നിങ്ങൾക്ക് വരുമോ? പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത് സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യണം, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് പണം നമ്മളിലേക്ക് വരൂ. അങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ സമൂഹം ചാർത്തി തരുന്ന വിജയമെന്ന് പറയുന്ന ആ ലേബൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ നിങ്ങൾ പണമുണ്ടാക്കുന്ന വഴികൾ തുറന്നാൽ 100% നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ യുവാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളെങ്കിൽ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുകയാണോ, നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണോ, അത് നിങ്ങൾക്ക് പറ്റിപ്പോയ ചെറിയൊരു അബദ്ധമാണ്. മറ്റൊരുത്തന്നെ താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പരാജയം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു, പിന്നെ നിങ്ങൾക്ക് ആത്മാഭിമാനം വന്നു, പിന്നെ നിങ്ങൾക്ക് പരാജയ ചിന്തയില്ല, പിന്നെ നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചു പായുന്ന രംഗം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ കഴിയും. എൻ്റെ മനുഷ്യരെ, ഈ ലോകമെന്ന് പറയുന്നത് അങ്ങനെ പേടിച്ച് ജീവിക്കാനുള്ള ഒരു ലോകമൊന്നുമല്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ പേടിച്ച് ജീവിക്കാനുള്ള ഒരു ലോകമല്ല ഇത്. ഇത് സമൂഹം ചാർത്തി തന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഉൾക്കാഴ്ചയോടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. പണം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഇതൊന്നും വേണ്ട എന്നല്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല എന്നൊരു ചിന്താഗതി മാറ്റിയിട്ട് ഇന്നതാണ് പണം. എന്താണ് പണം? ഒരു മരത്തിനെ നൈസാക്കി അതിനെ പേപ്പറാക്കുന്നു. ആ പേപ്പറിൽ ഒരു ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ വെച്ച് അത് പണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിലാണ് അതിന് മൂല്യമുള്ളത്. എന്തിനുമാണെങ്കിലും നമ്മുടെ മനസ്സിലാണ് മൂല്യമുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിലും ജീവിക്കണം. പണം നമുക്ക് സമൂഹത്തിൽ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ജീവിക്കുമ്പോൾ പണമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടേ നമ്മൾ പണം ആഗ്രഹിക്കാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നിരാശയില്ല. നമുക്കൊന്ന് എന്തെങ്കിലും നഷ്ടം വന്നാലും നിരാശയില്ല. നിങ്ങളുടെ ബിസിനസ് തകർന്നു പോയോ, നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിരാശയില്ല. നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യത്തിൽ നിങ്ങൾ പെട്ടുപോയോ, പെട്ടെന്ന് ഒരു കടക്കണിയിൽ പെട്ടുപോയോ, ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ പണം ഇന്നതാണ്, ജീവിതം ഇന്നതാണെന്നുള്ളൊരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല. നിങ്ങൾ ആത്മഹത്യത്തിന് വേണ്ടി ശ്രമിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരാജയമെന്ന് പറയില്ല. യഥാർത്ഥത്തിൽ പണവും ജീവിതവും വിജയവുമെല്ലാം സാങ്കല്പിക മാത്രമാണ്. പക്ഷേ സാമൂഹ്യ ജീവിയായിട്ടൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ നമുക്കത് അനിവാര്യവുമാണ്, ഇതൊക്കെ വേണ്ടതുമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരു ഉൾക്കാഴ്ച നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉൾക്കാഴ്ചയുണ്ട് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുക്കലോ ഒരു ഇസ്മുകാരടുക്കലോ എൻ്റെ സമയം ശരിയില്ല, ഞാൻ എന്നും പരാജയമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. ഉൾക്കാഴ്ചയാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഉൾക്കാഴ്ചയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്.
ഒരു മനുഷ്യന് ആന്തരികമായ സമാധാനം വേണോ? ഉൾക്കാഴ്ച വളരെ മസ്റ്റാണ്. ഉൾക്കാഴ്ച ഉണ്ടെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മനുഷ്യരോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ഈ ഉൾക്കാഴ്ച നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്നാണ്. അല്ല എങ്കിൽ നമ്മൾക്ക് പണമുണ്ടാക്കാൻ കഴിയും, പക്ഷേ ആന്തരികമായ സമാധാനം ഉണ്ടാകില്ല. എന്നും ടെൻഷനായിരിക്കും, എന്നും നിരാശയായിരിക്കും. പണത്തിലൊന്ന് നഷ്ടം വരുമ്പോഴും നിങ്ങൾക്ക് നിരാശയായിരിക്കും. പണമൊന്ന് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും. പക്ഷേ ഉൾക്കാഴ്ചയുണ്ട് എങ്കിൽ, പണം ഇന്നതാണ് ജീവിതം, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട് എങ്കിൽ പിന്നെ ആ പ്രശ്നം നിങ്ങൾ കുതിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു നിരാശയുമില്ല. എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ പൊട്ടിക്കരയില്ല. ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലും നിങ്ങൾ കുലുങ്ങില്ല. ഞാൻ പറയുന്നത് ഈ ഉൾക്കാഴ്ച വേണമെന്നാണ്. ഈ ഉൾക്കാഴ്ചകൾ നമ്മൾ സ്വയം ഉണ്ടാക്കാൻ പറ്റും. നമ്മളിലേക്ക് തിരിയുക, നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ വീക്ഷിക്കുക, നമ്മളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുക, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, ജീവിതത്തെക്കുറിച്ച് പഠിക്കുക, ജീവിതത്തിൻ്റെയും പണത്തിൻ്റെയൊക്കെ യഥാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ടെൻഷൻ അടിച്ചോ നിരാശപ്പെട്ടോ ജീവിക്കേണ്ടി വരില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഈ പണവും വീടും അധികാരവും എല്ലാം ആവശ്യമാണ് എന്ന രൂപേണ നമുക്കത് കിട്ടുകയും ചെയ്യും. നമുക്കിഷ്ടപ്പെട്ട മേഖലയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മളെ തേടി വരും. നമ്മളതിനൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ യഥാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. സ്വാർത്ഥതയിൽ മാത്രം ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. സ്വാർത്ഥത എന്ന് പറയുന്നത് തൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് തനിക്ക് മാത്രം എല്ലാം വേണമെന്ന ചിന്താഗതി, അത് സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരും വളരണം, എല്ലാവരും ഉഷാറാകണം, എല്ലാവരും വലിയ നിലയിലെത്തണം. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? യു ആർ സക്സസ്. അതാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. അതാണ് നമ്മുടെ ജീവിതം നിർണയിക്കുന്നത്. അല്ലാതെ ഞാൻ മാത്രം വിജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ അഹങ്കാരിയായി മാറുന്നു. അവിടെ നമ്മൾക്ക് വലിയ ആന്തരിക സമാധാനം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് അങ്ങനെയുള്ളവരാണ് കിട്ടിയ ജ്യോത്സ്യൻ്റെ അടുക്കലേക്കും കിട്ടിയ ഇസ്മുകാരുടെ അടുക്കലൊക്കെ പോയി മന്ത്രവാദവും മറ്റും ചെയ്യുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു ഘടകം ഇത് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും ജാതി മത വർണ്ണ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇതിനൊക്കെ വേണ്ടത് ഏറ്റവും പ്രധാനം നമ്മൾ വിശാലമായി ഒന്ന് ചിന്തിക്കുക. ഇത്ര മതി. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളൊന്ന് യാത്ര പോയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾക്ക് ചിന്ത വരും. ഓരോ ശരികളെയും കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് ആരോടും വേർതിരിവ് വരില്ല. ആരെയും അന്യരായി നമ്മൾ കാണില്ല. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പരാജയം, അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞത്, പരാജയം എന്നൊരു സംഭവം ഇല്ല. അത് സമൂഹം ചാർത്തി തന്നതാണ്. വിജയമെന്ന് പറയുന്നത് പണമാണെങ്കിലും പത്രാസാണെങ്കിലും അധികാരമാണെങ്കിലും എല്ലാം നമ്മളെ തേടി വരും. നമുക്കിഷ്ടപ്പെട്ട മേഖലയിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക.
അതേപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിത വിജയം നിങ്ങൾ ആഗ്രഹിക്കുക. എല്ലാവരും പുരോഗമിക്കണം, എല്ലാവരും വളരണം എന്ന ചിന്താഗതിയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ മാത്രം വളർന്നിട്ട് മറ്റുള്ളവരെ കാണിച്ച് അവരൊക്കെ താഴെ വേണം. ഇതാണ് സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി. ഇത് പാവപ്പെട്ടവനും പണക്കാരനൊക്കെ ഉണ്ട്. ഒരു പണക്കാരൻ നന്നായി നല്ലൊരു കാറിൽ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ തന്നെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ഇത് കണ്ട് അത്ഭുതപ്പെടണമെന്ന് ചിന്തിക്കുന്നു. പാവപ്പെട്ടവൻ അവനേക്കാളും പാവപ്പെട്ടവനെ കാണുമ്പോൾ അവൻ്റെ അടുക്കൽ അവൻ്റെ പവർ കാണിക്കാൻ നോക്കുന്നു. എല്ലാ മനുഷ്യരും ഇത് കാണിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ മനുഷ്യരെ അങ്ങനെ കാണുന്നത് തെറ്റല്ല, അത് സഹജമാണ്, മനുഷ്യ സഹജമാണ്. എന്നാലും എല്ലാ മനുഷ്യരും വളരണം, പുരോഗതിയിലേക്ക് എത്തണം, വലിയ നിലയിലേക്ക് എത്തണം. അതിലൂടെ ലോകത്ത് സമാധാനവും ശാന്തിയും ഐക്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം. എല്ലാവരും അതിന് പരിശ്രമിക്കണം. നമ്മുടെ ഉള്ളിൽ ആന്തരിക സമാധാനം ഉണ്ടായേ ഇവിടെ ലോക സമാധാനം ഉണ്ടാകൂ. നമ്മുടെ ഉള്ളിൽ ആന്തരികമായ ഹാപ്പിനെസ്സും ശാന്തതയും ഉണ്ടെങ്കിൽ ലോകത്തും ശാന്തതയുണ്ട്. ആരാണ് ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്? ആരെങ്കിലും ഇവിടെ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നതാണോ? ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് അല്ല. മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഏർപ്പാടാണിത്. മനുഷ്യൻ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നമാണിത്. അപ്പോൾ മനുഷ്യൻ വിശാലമായി ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ആന്തരികമായി സമാധാനത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ലോക സമാധാനം ഉണ്ടാകുന്നു. ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത, കലുഷിതമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയവും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.